ശബ്ദത്തേക്കാൾ 5 മടങ്ങിലധികം വേഗതയിൽ ചിന്തിക്കുന്നതിനു മുൻപ് പ്രഹരമേൽപ്പിക്കുന്ന ഇന്ത്യയുടെ പുതിയ ആയുധം. കത്തുന്ന വെയിലിനെ കീറിമുറിച്ചുകൊണ്ട് ജനുവരി 26-ന് ഡൽഹിയിലെ കർത്തവ്യ പഥിലൂടെ ഇന്ത്യയുടെ കരുത്ത് പ്രകടമാക്കുന്ന ആ സൈനിക വാഹനങ്ങൾ നീങ്ങുമ്പോൾ ലോകം ശ്വാസമടക്കി പിടിച്ചു നോക്കുന്നത് ഒരു നിഗൂഢ രൂപത്തിലേക്കായിരിക്കും. അതെ, ആ നിരത്തിൽ കൂടി പോകുന്നത് വെറുമൊരു മിസൈലല്ല, ഇന്ത്യൻ പ്രതിരോധത്തിന്റെ പുതിയ നട്ടെല്ലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപനുമാകാൻ പോകുന്ന ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈൽ എന്ന ഹൈപ്പർസോണിക് മിസൈലാണ്. ശബ്ദത്തേക്കാൾ 5 മടങ്ങിലധികം വേഗതയിൽ ആകാശത്തെ തീ പിടിപ്പിച്ചുകൊണ്ട് ശത്രുവിന്റെ ഹൃദയത്തിലേക്ക് പാഞ്ഞു കയറുന്ന ഈ വജ്രായുധം ആദ്യമായാണ് പൊതുസമക്ഷം പ്രദർശിപ്പിക്കപ്പെടുകയാണ്. 77ാമത് റിപ്പബ്ലിക് ദിന പരേഡ് വെറുമൊരു ആഘോഷമല്ല, മറിച്ച് ലോകത്തിലെ അതിശക്തമായ ഹൈപ്പർസോണിക് ക്ലബിലേക്ക് ഇന്ത്യ തലയുയർത്തി നടന്നു കയറുന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ഈ മിസൈലിന്റെ ഏറ്റവും ഭയാനകവും എന്നാൽ ഇന്ത്യക്ക് അഭിമാനകരവുമായ പ്രത്യേകത അതിന്റെ അവിശ്വസനീയമായ വേഗതയാണ്. ഏകദേശം 1500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് വെറും 15 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഈ മിസൈലിന് എത്തിച്ചേരാനാകും. അതായത് ശത്രുരാജ്യം ഒരു ആക്രമണത്തിന് പദ്ധതിയിട്ട് അവരുടെ യുദ്ധക്കപ്പലുകൾ സജ്ജമാക്കുമ്പോഴേക്കും ഇന്ത്യയുടെ ഈ മൃത്യുഞ്ജയൻ അവരുടെ ഡെക്കിൽ പതിച്ചിരിക്കും. ഈ പ്രത്യേക മിസൈൽ ഉപയോഗിച്ച് എല്ലാത്തരം യുദ്ധക്കപ്പലുകളെയും നമുക്ക് നശിപ്പിക്കാൻ കഴിയും. ഇത് സമുദ്രജലത്തിൽ ഇന്ത്യയുടെ കഴിവ് വർദ്ധിപ്പിക്കുമെന്നാണ് പ്രോജക്ട് ഡയറക്ടർ എ പ്രസാദ് ഗൗഡ് ആത്മവിശ്വാസത്തോടെ വ്യക്തമാക്കിയത്. ശത്രുവിന്റെ റഡാറുകൾക്ക് കണ്ടെത്താനോ നിലവിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും തടയാനോ കഴിയാത്ത വിധം മിന്നൽ വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം. ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതീക്ഷിക്കുന്ന പാതയിലൂടെയല്ല ഇത് വരുന്നത്. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ഈ മിസൈലിന്റെ പാത പ്രവചിക്കാൻ ആർക്കും കഴിയില്ല. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നിർണായകമായ കടൽപാതകളെ സംരക്ഷിക്കാനും ശത്രുവിന്റെ ഏത് വൻകിട യുദ്ധക്കപ്പലിനെയും നിഷ്പ്രഭമാക്കാനും ഈ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഭാരതത്തെ പ്രാപ്തമാക്കുന്നു. 1500 കിലോമീറ്റർ എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കം മാത്രമാണ്. DRDOയുടെ ലാബുകളിൽ ഇതിലും വലിയ വിസ്മയങ്ങൾ ഒരുങ്ങുന്നുണ്ട്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈലുകൾക്ക് പുറമെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ വൻ മുന്നേറ്റമാണ് നടത്തുന്നത്. വരും വർഷങ്ങളിൽ ഈ മിസൈലുകളുടെ പ്രഹരശേഷി 3000 മുതൽ 3500 കിലോമീറ്റർ വരെ വർദ്ധിപ്പിക്കാനുള്ള ശേഷി ഇന്ത്യ ഇതിനകം ആർജിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാത്രമല്ല, ഭൂഗോളത്തിന്റെ ഏത് കോണിലുമുള്ള ശത്രുവിനെ വിറപ്പിക്കാൻ പോകുന്ന തരത്തിൽ രാജ്യത്തിന്റെ ആയുധപ്പുര മാറിക്കഴിഞ്ഞു എന്നതിന്റെ അടയാളപ്പെടുത്തലാണിത്. ഈ ഹൈപ്പർസോണിക് മിസൈലിനൊപ്പം ഇന്ത്യയുടെ പക്കലുള്ള മറ്റ് കരുത്തന്മാരും പരേഡിൽ അണിനിരക്കുന്നുണ്ട്. തദ്ദേശീയമായി നിർമ്മിച്ച ധനുഷ് ഗൺ സിസ്റ്റം, ആകാശ് മിസൈൽ ലോഞ്ചറുകൾ, സൂര്യാസ്ത്ര യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം എന്നിവയും കർത്തവ്യ പഥയിൽ അണിനിരക്കും. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ ദൂരം കുറയുകയാണെന്ന് ഈ പ്രദർശനം അടിവരയിടുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി അവസാനിപ്പിച്ച് ലോകത്തിന് തന്നെ ആയുധങ്ങൾ നൽകുന്ന ഒരു വൻ ശക്തിയായതോടെ ഇന്ത്യ മാറുകയാണ്. 2026 റിപ്പബ്ലിക് ദിന പരേഡ് കേവലം ഒരു പ്രദർശനമല്ല, അത് ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമാണ്. കടലിൽ കപ്പലുകൾ നിരത്തി ഇന്ത്യയെ ഭയപ്പെടുത്താമെന്ന് കരുതുന്നവർ നൽകുന്ന കൃത്യമായ താക്കീതാണിത്. അത്യാധുനികമായ നാവിക ആക്രമണ റോൾ ഏറ്റെടുക്കാൻ സജ്ജമായ ഈ മിസൈൽ ഇന്ത്യൻ നാവികസേനയുടെ കിരീടത്തിലെ പൊൻതൂവലാണെന്നതിൽ സംശയമില്ല. 15 മിനിറ്റിനുള്ളിൽ ശത്രുവിന്റെ അന്ത്യം കുറിക്കാൻ ശേഷിയുള്ള ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ പക്കലുണ്ടെന്ന തിരിച്ചറിവ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കും. അതേ ആകാശങ്ങൾ മാത്രമല്ല, ഇനി സമുദ്രങ്ങളും ഇന്ത്യയുടേതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.